അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്. അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ എത്ര പെർസെന്റേജ് ക്യാഷ്, എത്ര പെർസെന്റ് അങ്ങനെ ചോദിക്കാം. നമ്മുടെ കൂടുതൽ ലീഗലി അറിയാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഗുരുജി, അപ്പൊ അവരുടെ അഭിപ്രായം കൂടെ സ്വീകരിക്കാം. അവരുടെ ആവശ്യമല്ലേ. ഞാൻ പേഴ്സണലി ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോ 100% ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തത്. ബിക്കോസ് അയാൾക്ക് അത് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവര് ഒന്നാമത്തെ കാര്യം പറയട്ടെ, എഗ്രിമെന്റ് എഴുതാന്ന് പറഞ്ഞാൽ വിറച്ചു വരും. അയ്യോ എഗ്രിമെന്റോ? അതായത് വിദ്യാഭ്യാസം ആ പറമ്പിൽ കൂടെ പോയിട്ടില്ലാത്ത ഗ്രാമീണരാണ്, വെറും കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഗ്രാമീണരാണ്. അവരോട് പോയിട്ട്, അവരാണെങ്കിൽ തമിഴുമാണ്, അതായത് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നവരാണ്, സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് താമസിക്കുന്നവരാണ്. അപ്പൊ അവരോട് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ പേടിച്ചു. അയ്യോ അങ്ങനെ എഗ്രിമെന്റ് പോലും അവർക്ക് വലിയ സ്റ്റാമ്പ് പേപ്പർ 500 എഴുതാൻ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ല അവർ. എന്നിട്ട് അവരതിൽ എഴുതി ചേർത്തു, നിങ്ങൾ ഈ മാർച്ച് 31 പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്ന 5 ലക്ഷം തിരിച്ചു തരില്ല. അത്ര പേടിയാണ് അവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഇതൊന്നും നടക്കില്ല, അവർക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു പർട്ടിക്കുലർ ശതമാനം, അതായത് മേ ബി ഒരു 36 ലക്ഷം വരെയൊക്കെ എനിക്ക് ബാങ്കിൽ വാങ്ങാൻ പറ്റുമായിരിക്കും. അതിലപ്പുറത്ത് വന്ന എന്റെ കാര്യം കട്ടവുകയാണ്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ അതിനെന്ത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് വലിയ വ്യക്തതയില്ലാത്ത കാര്യമാണ്. ആർക്ക് അഡ്രസ് ചെയ്യും എന്നുള്ള പ്രശ്നമില്ല. എന്തോ ചെക്ക് ആർക്ക് അഡ്രസ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമില്ല. അതായത് ഞാൻ പറഞ്ഞതാണ്, ചെക്ക് തരുന്നതിന് ലിമിറ്റ് ഉണ്ട്. 36 ലാക്സ് വരെയൊക്കെ എനിക്കതിന് എന്റെ ഒരു കറണ്ട് അക്കൗണ്ട് ആണ്, നമ്മുടെ യുദ്യമയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനത്ര ലിമിറ്റ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം പിന്നെ അതിന് കുഴപ്പമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിരുന്നു ഞാൻ. അതായത് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഗുരുജി അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി, ബാങ്കിൽ തന്നെ ചോദിച്ചാൽ മതി. ആ ബാങ്കിൽ ഞാൻ നാളെ തന്നെ വിളിച്ച് ചോദിക്കാം. അപ്പൊ കറണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് അവരിപ്പോൾ ഫ്ലാഗ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് എന്തോ പ്രശ്നം ഉണ്ടോ എന്നൊരു പ്രശ്നം. അതാണ് ഒരു ഓവർ ഷോർട്ട് പീരീഡ് അല്ലേ വരുന്നത്. ചാരിറ്റി ട്രസ്റ്റ് ആയിട്ടല്ലേ ഗുരുജി? അപ്പൊ ചാരിറ്റി ട്രസ്റ്റ് ആയിട്ടല്ലേ അല്ലല്ല, പറയട്ടെ. ട്രസ്റ്റിന്റെ പൈസയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ട്രസ്റ്റിന്റെ നിയമങ്ങൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ സോൾ പ്രൊപ്പറേറ്റേഴ്സ്, ഞാനൊരു ട്യൂഷൻ സെന്റേഴ്സ് മൾട്ടിപ്പിൾ ആയിട്ട് നടത്തുന്നു എന്ന് വിചാരിക്കാം. അത് ഞാൻ മാത്രം പ്രൊപ്പറേറ്റർ നടത്താന്ന് വിചാരിച്ചോളൂ. ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോ പല ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞു. ഈ 2-3 ദിവസത്തിനുള്ളിൽ പല CA-ക്കാരോടും അവരോട് ബന്ധപ്പെട്ടവരും ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അവർ പറഞ്ഞൊരു ഒപ്പീനിയൻ എന്താ വെച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ അത് മൊത്തമായിട്ടും നെറ്റ് പ്രോഫിറ്റ് ആയിട്ടല്ല കണക്കാക്കുന്നത്. ഗവൺമെന്റിന്റെ ദൃഷ്ടിയിൽ ഒരു കറണ്ട് അക്കൗണ്ടിലേക്ക് രണ്ടും വരാം. അതിന് ചെലവും ഉണ്ടാവില്ല, എക്സ്പെൻസും ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് ഗ്രോ അതൊക്കെ എനിക്കറിയാം. അത് പിന്നെ അതൊരു നെറ്റിന്റെ ഓപ്പോസിറ്റ് ഗ്രോസ് ആണ് എനിക്കറിയില്ല. ശരി, അപ്പൊ ഗ്രോസ് ആണത് കണക്കാക്കുക. അപ്പൊ അതിൽ ഞാൻ വിചാരിക്കുന്നത്, സ്ഥലം വാങ്ങിയിട്ട് എന്റെ പേരിലാണ് വാങ്ങുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതോടൊപ്പം തന്നെ ട്രസ്റ്റ് ഫോർമേഷന് നമുക്ക് 80G 12A കിട്ടണമെങ്കിൽ 6 മാസം മിനിമം പിടിക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്കത് ജൂണിൽ മാത്രമേ ട്രസ്റ്റ് ഫോർമേഷൻ റെഡി ആയിട്ട് വരികയുള്ളൂ. ഞാൻ ഒക്കെ അന്വേഷിച്ചു. പിന്നെ നമ്മുടെ പ്രദീപ് അക്കൗണ്ടന്റ് ഓഫീസ് വർക്ക് ചെയ്താണ്. പ്രദീപ് ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല, എന്താണ് ഇത്രയും തുക വന്നാലും അതിലെന്തോ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല എന്നോട്, ടാക്സ് അടയ്ക്കാൻ. അല്ല സാർ, കറണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്കത് കറണ്ട് അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മള് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ 8% നമ്മുടെ ഇൻകായിട്ട് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ചാർട്ടേഡ് അക്കൗണ്ടിൽ ഒന്ന് കൺഫേം ചെയ്താൽ കുറച്ചും കൂടെ ഉപകാരമാവും. ഏതാ ഒന്നുകൂടി പറഞ്ഞു. ഇപ്പൊ കറണ്ട് അക്കൗണ്ട് ആകുമ്പോൾ സീലിംഗ് ഇല്ലല്ലോ, എത്ര സീലിംഗ് വരാവുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അല്ല വിപിൻ സാറേ, അങ്ങനെ ഉണ്ടോ? ഇല്ല സാർ, ഇല്ല, സീലിംഗ് ഇല്ല. അപ്പം ഇതിപ്പോ സപ്പോസ് ഞാൻ പറയാണ് 1 കോടി രൂപ വന്നു എന്നിരിക്കുക, ഞാൻ പറയണേ വന്നിരിക്കട്ടെ, അതിൽ ഞാൻ അതിന്റെ ടാക്സ് അടയ്ക്കണം. അത് എത്ര ശതമാനം വരും? അല്ല സാർ, അത് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആയ 1 കോടി രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ 8% നമ്മുടെ ഇൻകായിട്ട് കാണിക്കുക. ഓ അത് ശരി, അതെല്ലാം നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കില്ല, അതല്ലേ പറഞ്ഞു? പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുക. പക്ഷെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എത്രയാണ്? ഏതാണ് സാർ? 1 കോടിയുടെ 8% എത്രയാണ്? 8 ലക്ഷം. അപ്പൊ 8 ലക്ഷം മാത്രമേ ഞാൻ എന്റെ അക്കൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് വരുള്ളൂ. അതിന് ടാക്സ് ആണ് ഞാൻ അടയ്ക്കേണ്ടത്? അതല്ല, അത് 8 ലക്ഷമാണ് കാണിക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നല്ല മെഡിക്കൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന്റെ 3% ആക്കാൻ പറ്റും. ആക്കാൻ പറ്റും. അതായത് കണക്കപ്പള്ളി എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മനസ്സിലായി? അതായത് എന്റെ തടി കഴിച്ചിലാക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ അർത്ഥം.
പിന്നെ ഇപ്പോഴത്തെ ഇൻകം ടാക്സ് സ്ലാബ് വന്നിട്ട് 5 lakh വരെ നില്ലാണല്ലോ. അപ്പൊ നമുക്ക് വലിയ പുതിയ സ്ലാബിൽ അത് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്ത് വലുതാക്കിയിട്ടല്ലേ? അതെ അതെ. പിന്നെ കൂടാതെ അതുകൊണ്ട് നമുക്ക് വലിയ കറണ്ട് അക്കൗണ്ട് ആവുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ശരി.